മൈക്രോസോഫ്റ്റ് വേർഡിൽ എങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. കമ്പ്യൂട്ടറിൽ എന്തൊരു സംഭവം ചെയ്യാനോ, അതായത് ഫയൽ ക്രിയേറ്റ് ചെയ്യാനോ ഫയൽ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനും രണ്ടോ മൂന്നോ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക്, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഓപ്പൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വിൻഡോയിൽ എത്താൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്, ലെറ്റർ, റിപ്പോർട്ട്, റിസ്യൂം, ഇങ്ങനെ ഓരോ ഫയൽ, ഇത് ഓരോ ഫയലിൻ്റെ സാമ്പിളുകളാണ്. ഒന്നുകിൽ നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് മൈക്രോസോഫ്റ്റ് ഫയലിൻ്റെ മൈക്രോസോഫ്റ്റ് വേർഡിലെ ഒരു ഫയൽ ഓപ്പൺ ആയത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഒരു ഫയൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഷീറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ. ഈ ഡോക്യുമെൻറ്റിന് നമ്മളിവിടെ പേരൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ പുതിയതായിട്ട് ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്തു. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം നമുക്ക് ഡോക്യുമെൻറ്റ് 1 വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡോക്യുമെൻറ്റ് 1 എന്നുള്ള ഒരു ഷീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സേവ് എന്ന് കാണാം, സേവ് ആസ് എന്ന് കാണാം. നമ്മൾ പുതിയ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും സേവ് ആസ് ആണ് ഉപയോഗിക്കേണ്ടത്. സേവ് ആസ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ പേര് കൊടുത്തിട്ട് ഫയൽ സേവ് ചെയ്യാനുള്ളതാണ്. ഈ സേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫയലിൽ നമ്മൾ ആദ്യം ആൾറെഡി നമ്മളെ കമ്പ്യൂട്ടറിലുണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു എഡിറ്റ് വരുത്തി, ആ എഡിറ്റ് വരുത്തിയിട്ട് ആ വരുത്തിയ മാറ്റം നമ്മളെ ഫയലിൽ സ്റ്റോർ ചെയ്യാനാണ് സേവ് ഉപയോഗിക്കുന്നത്. അതാണ് സേവും സേവാസും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. സേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആൾറെഡി ഉള്ളൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഫയലിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റം നമ്മളെ ഫയലിൽ എഫക്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ ആ മാറ്റം അതിൽ വരുത്താൻ വേണ്ടിയിട്ട് അത് സ്റ്റോർ ചെയ്യാനാണ് സേവ് ഉപയോഗിക്കുന്നത്. സേവ് ആസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി ഒരു ഫയലുണ്ട്, ആ ഫയലിൻ്റെ ഒരു കോപ്പിയും കൂടി ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സേവ് ആസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സേവ് ആസ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മോട് ചോദിക്കുന്നത് ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിവിടെ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് എന്ന് കാണിക്കണ്ടേ. ഇനി നമുക്കിവിടെ ബ്രൗസ് അടിക്കാം. ബ്രൗസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് കാണിക്കും. നമ്മൾ ഡെസ്ക്ടോപ്പ് തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും ഉണ്ടാവും. അവിടെ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തു. ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാനുള്ള ആ ഒരു വിൻഡോയിലാണ് വരിക. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തു. ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ കാണിക്കും ഫയൽ നെയിം. ഇനി നമ്മൾ ഇവിടെ ഫയൽ നെയിം കൊടുക്കണം. ഈ ഫയൽ നെയിം നമ്മൾ എന്ത് ചെയ്യണോ, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ABC എന്ന് പറഞ്ഞ ഒരു ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സേവ് എന്ന് അടിച്ചു. ഇവിടെ ABC എന്ന ഫയൽ കൊടുത്തു. ഇവിടെ ദിസ് PC ഡെസ്ക്ടോപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് C ഡ്രൈവ്, D ഡ്രൈവ്, അതായത് നമ്മൾ USB ഡ്രൈവിലാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റും. അതല്ല F ഡ്രൈവിലാണെങ്കിൽ അവിടെയും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് തന്നെ ഫോൾഡറിലാണ് ചെയ്യണത്. ഇവിടെ ABC എന്നാണ് പേര് കൊടുത്ത്. ഇനി സേവ് അടിച്ചാൽ മതി. ഇനി സേവ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഡോക്യുമെൻ്റ് എന്ന് വന്ന സ്ഥലത്ത് ഇവിടെ ABC സേവ്ഡ് ടു ദിസ് PC എന്ന് ഇവിടെ കാണിക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ്, ഇതാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇവിടെ കണ്ടോ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു എംബ്ലം കാണാം. അതിൻ്റെ അടിയിൽ ABC എന്ന് പറഞ്ഞ ഒരു പേരിൽ ഫയൽ കാണുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ. ഇനി നമ്മൾ ഇത് എഡിറ്റ് വരുത്തൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.